ഒരു പുരാണത്തിലും ഇതിഹാസത്തിലും ഇല്ലാത്ത കഥകളെ പ്രാമാണികമെന്ന് തോന്നുന്ന വിധം ജനങ്ങളിലേക്ക് പ്രചരിപ്പിച്ച് കള്ളത്തരം പറയണം. അങ്ങനെ ഒരു കഥയാണ് ഭസ്മാസുരന്റെ കഥ. ഒരു പുരാണത്തിലും ആ കഥയില്ല. ശിവനെ നിന്ദിക്കാൻ വേണ്ടി ഏതോ കുതന്ത്രശാലിയായ ഒരു വൈഷ്ണവ സിദ്ധാന്തക്കാരൻ എഴുതിയ കഥയാണത്. എന്താണ്? അറിയാതെ ഭസ്മാസുരൻ വരം കൊടുത്തു പോയി, തൊടുന്നെല്ലാം ഭസ്മായി പോവും. അങ്ങനെ ശിവനെ തൊടാൻ ഓടിച്ചു. ശിവൻ പരമജ്ഞാനിയാണ്. ജ്ഞാനേശ്വരന്റെ ജ്ഞാനേശ്വരി എന്ന ഗീതാഭാഷ്യത്തിൽ പറയുന്നത് പരമയോഗിയാണ് ശിവൻ. പരമയോഗി അങ്ങനെ ഒരാളെ പേടിച്ചോടും? അസുരനായിക്കോട്ടെ മനുഷ്യനായിക്കോട്ടെ, അവൻ തൊടാൻ വന്നാൽ എന്താ? ഓൾറെഡി ചാരം പോശി ശ്മശാനത്തിലിരിക്കുന്ന ആൾക്ക് മരണത്തെ പേടിയുണ്ടോ? പിന്നെ ശിവൻ എന്തിനു ഓടി? അത് വിഷ്ണുവിനേക്കാൾ ശിവൻ താഴെയാണെന്ന് കാണിക്കാൻ വേണ്ടി വിഡ്ഢികൾ എഴുതി വെക്കുന്ന ആ കഥ വെള്ളം തൊടാതെ വിഴുങ്ങിയിട്ട് പ്രചരിപ്പിക്കുകയാണ്. ശിവൻ വരം കൊടുത്ത് കുടുങ്ങിപ്പോയി. അവസാനം വിഷ്ണു മോഹിനി രൂപത്തിൽ വന്നിട്ട് ഡാൻസ് കളിച്ചവനെ. അപ്പം വിഷ്ണു മഹാനായ ബുദ്ധിശാലി, ശിവൻ ഇവിടെ പിന്നെ പൊട്ടത്തരം ചെയ്ത് വരം കൊടുത്തു പോയി. ഇത് ഒരു പുരാണത്തിലുമില്ല, ഒരു ഇതിഹാസത്തിലുമില്ല. അപ്പം ഇങ്ങനെ ഒരു പ്രമാണമില്ലാത്ത കഥകൾ പറഞ്ഞു കൊടുത്തിട്ട് ജനങ്ങളെ പമ്പര വിഡ്ഢികളാക്കുന്ന പരിപാടിയാണ് ഇന്ന് ഭക്തി എന്ന പേരിൽ ഇറങ്ങിയിരുന്ന ഈ ഒരു കെട്ടുകാഴ്ച. വിരിഞ്ചി സഞ്ചിന്വൻ വിരചൈതി ലോകാൻ അവികലം. അവസാനം എന്താണ്? ഭസ്മോദ്ധൂളന വിധി. പരമശിവൻ ഈ പ്രപഞ്ചത്തെ സംഹരിച്ചിട്ട് അത് ഭസ്മമായി ധരിക്കുന്നവനാണ്. ആ ശിവന് ഭസ്മാസുരൻ തൊട്ട് ഭസ്മാക്കുന്ന പേടി ഉണ്ടാവുമോ?